നമ്മളിലുള്ള വിശ്വസ്തതയും അവരിലുള്ള വ്യക്തിബന്ധങ്ങളും നിലനിർത്തിക്കൊണ്ട് അവർ മിടുക്കന്മാരാണെന്ന് തോന്നിയതുകൊണ്ട് ആ വക്കാലത്തെല്ലാം അവരുടെ കൊടുത്ത് എത്രയോ നല്ല ബന്ധത്തിൽ പോകുമ്പോൾ ഈ മുസ്ലിം സമുദായം മൊത്തമായി ഈ വിദ്വേഷം പരത്താവുന്ന രീതിയിൽ മുസ്ലിം സമുദായത്തെ തിരിച്ചുവിട്ടുകൊണ്ട് ഒരു മതവിദ്വേഷം ഇവിടെ സ്ഥാപിച്ചുകൊണ്ട് മതസൗഹാർദ്ദം ഇല്ലാതാക്കി മതസൗഹാർദ്ദമില്ലാതെ കലഹം ഇവിടെ ഉണ്ടാക്കാൻ ഒരു കുൽസിത ശ്രമമാണ് ഇന്നിപ്പോ ലീഗ് നടത്തിക്കൊണ്ടിരുന്നത്. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറ. ആ ഉത്തരത്തിൽ പറയാതെ മാറിപ്പോണെന്താണ്? ഞാൻ അവിടെ ചെന്ന് ലീഗിനെ ഒന്നും ചീത്ത പറഞ്ഞില്ല. അവിടെ പോയി സ്കൂള് അലപ്പുറത്ത് ഞങ്ങൾക്ക് ഒന്നുമില്ല എന്നെന്റെ സ്വന്തം സമുദായത്തിന്റെ ദുഃഖം ഒന്ന് പറഞ്ഞപ്പോൾ ലീഗിനെയാണ് ഞാൻ ഭരിച്ച ലീഗിനെയാണ് പറഞ്ഞത്. ആ സമുദായത്തെ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. ആ സമുദായത്തിൽപ്പെട്ട എത്രയോ പേര് ഞങ്ങളുമായിട്ട് നല്ല സൗഹാർദ്ദത്തിൽ പോകുന്നു. നാളെ തന്നെയാണെങ്കിൽ തന്നെ ഒരു മുസ്ലിം സമുദായത്തിന്റെ വീട്ടിലാണ് എനിക്ക് ഭക്ഷണം കാക്കാഴത്ത്. അത് കഴിഞ്ഞിട്ടാണ് ഞാനവിടെ ഒരു ഉദ്ഘാടന സമ്മേളനത്തിന് പോകുന്നത്. അത്ര സൗഹാർദ്ദപരമായിട്ടാണ്. ആ കൊച്ചാണെന്നുണ്ടെങ്കിൽ ഒരു MBBS പഠിക്കുന്ന കുട്ടിയാണ്. നവോത്ഥാന നടത്തുമ്പോൾ അത് കോഴിക്കോട് പഠിക്കുകയാണ്. അവിടെ കൊണ്ട് നിങ്ങൾക്ക് റീത്ത് തന്നതാണ് ആ കുട്ടി. ഇന്ന് ആ കുട്ടി മെഡിക്കൽ കോളേജിലെ അധ്യാപകരായിട്ട് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാണ്. എന്നാലും അവർ ആ കുട്ടികളെല്ലാം ഞങ്ങളോട് വരാറുണ്ട്. എല്ലാ മാസവും ആണ്ട് പുറപ്പിണ്ടെന്ന് ആ മാന്യനാണ് ഇവിടെ വന്ന് ആദ്യത്തെ ദക്ഷിണ മേടിക്കുന്നവരെ അത്ര കൈനീട്ടം മേടിക്കുന്നത്. അത്ര സൗഹാർദ്ദപരമായി നിൽക്കുമ്പോൾ മുസ്ലിം സമുദായത്തെ മൊത്തം ഈഴവ് സമുദായത്തിന് എതിരാക്കാൻ അങ്ങനെ ഇനിയൊരു മാറാട് കലാപം ഇവിടെ അടുത്ത ഭരണം കിട്ടിയാൽ നടത്തണമെന്നുള്ള ദുഷ്ടലാക്കോടുകൂടി ലീഗിന്റെ നേതാക്കന്മാരും പരിശ്രമിക്കുന്നു. അവർ സത്യം തുറന്നു പറയട്ടെ. ഇപ്പൊ പറയുന്നു ഞങ്ങളത് അപേക്ഷിച്ചില്ല. നിങ്ങളൊരു മനസ്സിലാക്കണം, 25 ഏക്കർ സ്ഥലം ഞങ്ങൾക്ക് പുൽപ്പള്ളിയിലുണ്ട്. ആ പുൽപ്പള്ളിയിലെ വയനാട് എല്ലാ കൊല്ലവും ഫീസ് അടച്ച് ഞങ്ങൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജിനും അതുപോലെ എഞ്ചിനീയറിംഗ് കോളേജിനും അപേക്ഷിക്കാറുണ്ട്. വന്ന് നോക്കിയിട്ട് പോകും, തരത്തില്ല. എന്നിട്ട് പച്ചക്കള്ളം പറയുക ഞങ്ങൾ അപേക്ഷിക്കാറില്ല. വേണ്ട, നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇവർ ചെയ്ത ചതിവ്. ഞങ്ങൾക്ക് ഉമ്മൻചാണ്ടി ഇരിക്കുമ്പോൾ അവിടെ നമ്മുടെ ഇടുക്കിലപ്പുറത്ത് അവിടെ ഒരു സ്കൂളുണ്ട്. ആ സ്കൂൾ അപ്ഗ്രേഡ് ചെയ്ത് തന്നേക്ക്. അദ്ദേഹത്തിന് പുറകെ കിടന്നപ്പോ അവിടുത്തെ MLA ഇരിക്കൂർ MLA KC ജോസഫ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ. KC ജോസഫിന് ഞങ്ങൾ അഭിവാദ്യങ്ങൾ ഉറപ്പിച്ച് എഴുതി. ഉമ്മൻചാണ്ടി ഞാൻ കണ്ടപ്പോ എന്നോട് പറഞ്ഞു, എന്താ അമേരിക്കയിൽ നിന്ന് കാല് ഇനി തകരാറ് വെച്ച് വിട്ടിരുന്നപ്പോ ഇരിക്കുകയാണ്. ഞാനും ഭാര്യയോട് വെള്ളാപ്പള്ളി ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ, നിങ്ങൾക്കത് അനുഭവിച്ചു തന്നല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് ഞാൻ വന്നത് താങ്കളുടെ അസുഖം അറിഞ്ഞു വന്നതാണ്. ഇത് അനുഭവിച്ചു തന്നതിലുള്ള സന്തോഷം പറയാനില്ല. അതൊക്കെ അനുഭവിച്ചു തന്നത് വിട്രായി. ഇത് കന്യൂസ്ട്രായ അവിടെ ഒരുപാട് ഈ മലയാളികളായ ഇവിടുത്തുകാരായ സെറ്റിലേഴ്സ് ഞങ്ങളുടെ ഒരുപാടുള്ള ഇരിക്കൂർ. ആ ഇരിക്കൂർ ഞങ്ങൾക്ക് അനുഭവിച്ചെന്ന് സ്കൂളിൽ അപ്ഗ്രേഡ് ചെയ്ത സ്കൂൾ വരെ ഇവരടിച്ചു മാറ്റിക്കളഞ്ഞു ഇവരുടെ ഭരണകാലത്ത്. ഇതെന്ത് തന്നു? അതിന് ഇവരൊക്കെ എന്തെല്ലാം എടുത്തു പറ. അവർക്ക് കൊണ്ട് ഞാൻ പറഞ്ഞില്ല, 48ഓളം സ്വാശ്രയ ഒരു ജില്ലയിലാണ്. ഞങ്ങൾക്ക് 18 കോളേജുള്ളത് സ്റ്റേറ്റ് ഒട്ടുക്കാണ്. ശങ്കർ വിശേഷം ആരെന്ത് തന്നു? ഇവർക്ക് ആ ഒരൊറ്റ ജില്ലയിൽ മാത്രമുണ്ട് 18 1100 സ്കൂളുകള്. ഞങ്ങൾക്ക് എന്നായിരിക്കും സ്കൂള് 370. ഇത് എവിടെ ഒപ്പിട്ടെടുത്ത്? അവർ അധികാരത്തിരുന്നപ്പോ എല്ലാം ഒപ്പിട്ടെടുത്തത്. ഇവർ സാമൂഹ്യ നീതി നടപ്പിലാക്കിയോ? ഇവിടെ ഭരണത്തിൽ കയറിയപ്പോൾ അവരുടെ വകുപ്പാക്കി മാറ്റില്ലേ? അതുകൊണ്ട് തന്നെയല്ലേ അന്ന് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് വരെ എതിർത്തിട്ടില്ലേ? അവിടെ ഇരുന്ന് മന്ത്രി പ്രഖ്യാപിച്ചു, വകുപ്പ് പ്രഖ്യാപിച്ചു ചെയ്തില്ലേ? അപ്പോ ഈ വകുപ്പും മന്ത്രിയൊക്കെ പ്രഖ്യാപിച്ച് എവിടെ മലപ്പുറത്ത് നിന്ന് പ്രഖ്യാപിച്ചില്ലേ? ഇവിടെ ജനാധിപത്യമാണ് മനസ്സിലിരിക്കുന്നത്. വിൽപ്പെട്ട എല്ലാം പ്രസംഗിച്ചല്ലോ. ദുബായിൽ പോയി 9.5 കൊല്ലം കഴിഞ്ഞ് ഞങ്ങളുടെ സാമ്രാജ്യം സ്ഥാപിക്കും. 9.5 കൊല്ലം നഷ്ടപ്പെട്ടു. അതെല്ലാം കൂടെ കക്കാൻ ഇനി ഞങ്ങൾ എടുത്തിരിക്കും എന്നൊക്കെ ഇത്തരം വർഗീയ വിദ്വേഷം ഭവിക്കുന്ന എന്തെല്ലാം പ്രസംഗം നടത്തി. എന്നിട്ട് ആ ഒരു ചാനലും ചർച്ചയിലില്ല. വെള്ളാപ്പള്ളി നടേശ അങ്ങനെയല്ല. ഞങ്ങൾ മതസൗഹാർദ്ദമാണ്. ഇവിടെ ശിവേരിയിൽ മതസൗഹാർദ്ദം തകർക്കുന്ന രീതിയിലുള്ള പ്രസംഗം ഞാൻ നടത്തണം, അല്ലെങ്കിൽ വീഡിയോ കിട്ടിയിട്ട് അത് ആഘോഷിക്കാനായിരുന്നു ഈ കുന്തക്കാരന്റെ ആഗ്രഹം.